ആരാധകർ കാത്തിരുന്ന ബാറ്റിംഗ് പ്രകടനവുമായി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളം നിറഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ടീം ഇന്ത്യ ഏറ്റവും മികച്ച ഒരു സ്കോറിലേക്ക് തന്നെയാണ് എത്തുന്നത്. സെഞ്ചുറിക്ക് തൊട്ട് മുൻപ് വരെ ശ്രദ്ധയോടുകൂടി ബാറ്റ് വീശിയ കോഹ്ലി സെഞ്ചുറിക്ക് ശേഷം വീണ്ടും അക്രമശൈലിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. സ്കോർ ബോർഡിൽ 25 റൺസ് ഉള്ളപ്പോൾ ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ടീം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. രോഹിത് ശർമ്മ നൽകിയ അനായാസ ക്യാച്ച് അവസരം ടോണി ഡി സോർസി നിലത്തിടുകയും ചെയ്തിരുന്നു. മൂന്നാം വിക്കറ്റിൽ കോഹ്ലി രോഹിത് സഖ്യം 136 റൺസാണ് കൂട്ടിച്ചേർത്തത്. 22-ാം ഓവറിൽ രോഹിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി മാർക്കോ യാൻസൺ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയ ഋതുരാജ് ഗെയ്ക്വാദിന് 8 റൺസ് മാത്രമാണ് എടുക്കാനായി സാധിച്ചത്. അഞ്ചാമനായി ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദറും നിരാശപ്പെടുത്തിയതോടുകൂടി 4-ന് 200 എന്ന നിലയിലേക്ക് ടീം ഇന്ത്യ ഒതുങ്ങുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യ മികച്ച സ്കോറിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി പോയ വിക്കറ്റുകൾ ടീം ഇന്ത്യയുടെ സ്കോറിങ്ങിനെ ബാധിക്കുകയുണ്ടായി. 101 പന്തിൽ നിന്നാണ് വിരാട് കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കിയത്. സെഞ്ചുറി പൂർത്തിയാക്കുന്ന സമയത്ത് 5 സിക്സറുകളും 7 ഫോറുകളുമായിരുന്നു കോഹ്ലി നേടിയിരുന്നത്. ഏകദിന കരിയറിലെ 52-ാം സെഞ്ചുറിയാണ് കോഹ്ലി നേടിയെടുത്തത്. എന്തായാലും കാലങ്ങൾക്കിപ്പുറം ആരാധകർ കാത്തിരുന്ന ആ മികച്ച ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ന് കാണാനായി സാധിച്ചത്. കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മികച്ച ഇന്നിംഗ്സുകൾ നാം കണ്ടിരുന്നു. സമാനമായ രീതിയിൽ ഒന്നിനൊന്ന് മികച്ച ഷോട്ടുകളുമായി ഇന്നിപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യത്തിന്റെ മറ്റൊരു സെഞ്ചുറി പാർട്ണർഷിപ്പ് തന്നെയാണ് കാണാനായി സാധിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.